ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ വന്നു. നിങ്ങളൊക്കെയാണോ? നിങ്ങൾക്ക് ശാരീരിക വേദനയും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കുന്ന ഒരു ടൈം ടേബിൾ ആണ് എന്ന് MS പറഞ്ഞാൽ എത്ര കുട്ടികൾക്ക് ഇത് നിഷേധിക്കാൻ കഴിയും? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, ഡിസംബർ 15-ാം തീയതി തിങ്കളാഴ്ച പരീക്ഷ മാത്സ് എന്ന് പറയുന്ന 80 മാർക്കിന്റെ സബ്ജക്ട് ആണെങ്കിൽ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ഫസ്റ്റ് ലാംഗ്വേജ് 40 മാർക്ക് എഴുതുന്നു, പ്രശ്നമില്ല. പക്ഷേ വൈകുന്നേരം 5 മണി 6 മണിയോട് കൂടി വീട്ടിലെത്തുന്ന ഒരു കുട്ടിക്ക് തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ പരീക്ഷയുണ്ട്, അതും 80 മാർക്കിന്റെ ഇംഗ്ലീഷ് ആണ്. അത് പ്രത്യേക സ്ഥിതി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ അന്ന് ഉച്ചയ്ക്ക് വീട്ടിലെത്തുന്ന ഒരു കുട്ടിക്ക് തൊട്ടടുത്ത ദിവസം രാവിലെ പരീക്ഷയില്ല, ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ. പക്ഷേ അത് ഏതാ പരീക്ഷ? സെക്കൻഡ് ലാംഗ്വേജ് ആണ്. സെക്കൻഡ് ലാംഗ്വേജിന് വലിയ ഗ്യാപ്പ് ഈ ഒരു ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. എന്നാലോ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും വീട്ടിലെത്തുന്ന കുട്ടിക്ക് തൊട്ടടുത്ത ദിവസം ഹിന്ദി എന്ന് പറയുന്ന ലാംഗ്വേജ് രാവിലെ പരീക്ഷയുണ്ട്, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം സയൻസ് എന്ന് പറയുന്ന ബയോളജി ഒരു പരീക്ഷയുണ്ട്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞുകൊണ്ട് ഹിന്ദി ബയോളജി പഠിക്കാൻ കൃത്യമായ ഒരു സമയമില്ല. എന്നാലോ ലാംഗ്വേജും അതോടൊപ്പം തന്നെ അത് മറുനാടൻ ലാംഗ്വേജും ഒരു സയൻസും കടന്നു വരുമ്പോൾ കുട്ടിക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാകും. എന്നാൽ അതും കഴിഞ്ഞ് വൈകുന്നേരം 5 മണിയോട് കൂടി വീട്ടിലെത്തുന്ന കുട്ടിക്ക് തൊട്ടടുത്ത ദിവസം രാവിലെയാണ് ഫിസിക്സ് പരീക്ഷ. അത് വേണമെങ്കിൽ വെള്ളിയാഴ്ചയല്ലേ, ഉച്ചയ്ക്ക് ശേഷം വെച്ചാൽ എന്താ പ്രശ്നം? ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സ് വെക്കാമായിരുന്നു, കാരണം തൊട്ടടുത്ത ശനി ഞായർ പരീക്ഷയില്ല. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച കെമിസ്ട്രിയും ചൊവ്വാഴ്ച സോഷ്യൽ സയൻസും ഒരു പ്രശ്നമില്ല. എന്നാൽ ഈ കാണുന്ന 4 ക്രമക്കേടുകളിലെ അത് ഒരു പ്രിയപ്പെട്ട 10ാം ക്ലാസ്സിലെ ശരാശരി 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ശാരീരിക വേദന ഉണ്ടാക്കും. നോക്കിക്കേ, ഉറക്കമില്ലാത്ത രാവുകളാണ്. 80 മാർക്കിന്റെ സബ്ജക്റ്റുകൾക്ക് പഠിക്കാൻ കേവലം മണിക്കൂറുകൾ മാത്രമാണ് ഗ്യാപ്പുകൾ ഉള്ളത്. എന്നാൽ 40 മാർക്കിന്റെ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ ഒരു ദിവസം തന്നെ അവിടെ ഗ്യാപ്പ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാതെ ഒരു ടൈം ടേബിൾ ആയിട്ട് MS ഫീൽ ചെയ്തു. MS എന്ന അധ്യാപകന് ഈ ടൈം ടേബിൾ അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ ഇത് നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങളുടെ ശാരീരിക വേദന ഉണ്ടാക്കുന്ന, നിങ്ങളെ മാനസികമായി സമ്മർദ്ദം ചെലുത്തുന്ന ഈ ക്രിസ്മസ് പരീക്ഷയെങ്കിലും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണമെന്ന് ചിന്തിച്ച നിനക്ക് ഈ ടൈം ടേബിൾ ഓക്കെയാണോ? കമന്റ് ചെയ്യും.